ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫോർത്ത് സെം സോഷ്യോളജിയുടെ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന മെയിൻ പുസ്തകത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ ഇതിൻ്റെ മലയാളം പെയ്ഡ് നോട്ട്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ. അതേപോലെ അസൈൻമെൻറ്റ്സും ഉണ്ട് കേട്ടോ. വിവിധ സബ്ജക്റ്റുകളുടെ ഉണ്ട്. സോഷ്യോളജി മാത്രമല്ല, BA മലയാളം, BA സോഷ്യോളജി, BA സൈക്കോളജി, പിന്നെ BA എക്കണോമിക്സ്, ഇതിൻ്റെയൊക്കെയാണ് കേട്ടോ. വരുന്നതിനനുസരിച്ച് ഹിസ്റ്ററി, ഇതിൻ്റെയൊക്കെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ മൂന്നാമത്തെ ബ്ലോക്കിൻ്റെ പേര് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ്. സാമൂഹിക വർഗീകരണത്തെക്കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജാതി വർഗ്ഗങ്ങളെക്കുറിച്ച്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ് ആൻഡ് ചേഞ്ചസ്, സ്വഭാവ സവിശേഷതകളും അതിൻ്റെ വിവിധ തരങ്ങളും അതുപോലെ തന്നെ മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുമാണ്. ഇതിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ആദ്യം ഡിഫൈൻ കാസ്റ്റ് എന്നാണ്. അത് കാസ്റ്റ് നിർവചിക്കാനാണ്. ജാതി എന്താണെന്ന് നിർവചിക്കാനോ അതിൻ്റെ സവിശേഷതകളുമാണ് ചോദിക്കുക. അപ്പോൾ ഇതിൽ എന്താണ് ജാതി? ജാതി എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഒരു വിഭജന വ്യവസ്ഥയാണ്. ആളുകളെ വിഭജിക്കാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്ന തൊഴിൽ അതിൽ വരാണ്. ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതിയിൽ അംഗത്വം കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സമ്പ്രദായമാണ്. ഇന്ത്യയിൽ തന്നെ ഹിന്ദു സമുദായത്തിലാണ് ഇതിന് ആധാരമായിട്ടുള്ള വ്യവസ്ഥകളെല്ലാം കാണുന്നത് തന്നെ. ഇന്ത്യയിലെ മറ്റു മതങ്ങളിലെയും സമൂഹങ്ങളിലെയൊക്കെ സാമൂഹിക ഘടനയെ അത് ബാധിച്ചിട്ടുണ്ട്. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിക്കും ഒരു നിശ്ചിത സാമൂഹിക സ്ഥാനം, തൊഴിൽ, ധാർമ്മിക ചുമതല എന്നിവ നിശ്ചയിച്ചിട്ടുണ്ടാവും. പലപ്പോഴും അതിൽ മാറ്റം വരുത്താൻ ആർക്ക് കഴിയില്ല? അതിലംഗമായിട്ടുള്ള ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ കഴിയില്ല കേട്ടോ. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ? ഒന്നാമത്തത് ജന്മസിദ്ധമായ അവകാശമാണെന്നുള്ളത്. ജാതിയിലെ അംഗത്വം ജന്മസിദ്ധം. രണ്ടാമത്തത് തൊഴിൽപരമായ നിയന്ത്രണം. ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ കഴിയില്ല. ജാതി തൊഴിലെന്തോ അതേ ചെയ്യാൻ സാധിക്കുക. മൂന്നാമത്തത് ശുദ്ധി അശുദ്ധി സങ്കല്പങ്ങളാണ്. നാലാമത്തത് സ്വഗണ വിവാഹം. ഒരു ജാതിയിലെ ആൾക്ക് ആ ജാതിയിൽപ്പെട്ട ആളുകളെ മാത്രമേ വിവാഹം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് സ്വഗണ വിവാഹം. എൻഡോഗമി എന്ന് ചോദിക്കുക കേട്ടോ. അത് മാത്രം ചോദിക്കും പരീക്ഷ. പിന്നെ സാമൂഹികമായിട്ടുള്ള ഭിന്നത ഇടവരുത്തും. പിന്നെ മറ്റൊന്ന് ജാതി അനുബന്ധ സംഘടനകൾ അഥവാ ജാതി പഞ്ചായത്തുകൾ രൂപം കൊള്ളുന്നു. ഭരണത്തിന് വേണ്ടിയിട്ട്, ഓരോ ജാതിയുടെ ഭരണത്തിന് വേണ്ടിയിട്ട് ജാതി പഞ്ചായത്തുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അത്രയാണ് ജാതിയെയും ജാതിയുടെ സ്വഭാവ സവിശേഷതകളെയും കുറിച്ച് നമുക്ക് പഠിക്കാം. ഇനി സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ജാതി സംഭാവന നൽകുന്നുണ്ടോ എന്നുള്ളത് ഒരു എസ്സേ ആയിട്ട് പലപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഒരു ആൻസർ പറയുന്നത് ജാതി വ്യവസ്ഥയ്ക്ക് ആദ്യകാലങ്ങളിൽ ചില സാമൂഹിക സുതാര്യതയും തൊഴിൽ വിഭജനത്തിലൂടെയുള്ള ക്രമീകരണങ്ങളും ഉണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ കാഴ്ചപ്പാടിലെ ജാതി സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ ഗുണങ്ങളെക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയ്ക്ക് സമൂഹത്തിൻ്റെ പുരോഗതിയിൽ വലിയ സംഭാവന നൽകാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പം ഇനി എന്തൊക്കെയാണ് അതിൻ്റെ തകരാറുകൾ? ജാതി വ്യവസ്ഥയുടെ തകരാറുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് സാമൂഹികമായിട്ടുള്ള അസമത്വം ഉണ്ടാക്കും. രണ്ടാമത്തത് മനുഷ്യൻ്റെ അന്തസ്സ് തകർക്കും. താഴ്ന്ന ജാതി എന്ന് പറഞ്ഞിട്ട് വിവേചിക്കുന്ന ആളുകളുടെ അന്തസ്സ് തകർക്കും. മൂന്നാമത്തത് വ്യക്തിഗത കഴിവുകൾ മുരടിപ്പിക്കും. അതായത് എല്ലാം ജാതി പറയുന്നതനുസരിച്ച് ഒരാൾക്ക് തൻ്റെ കഴിവിനനുസരിച്ച് ഉയരാൻ കഴിയില്ല. പിന്നെ മറ്റൊന്ന് സാമൂഹിക ഐക്യം തകരുന്നു. ഇനിയൊന്ന് വിവേചനപരമായ ഭരണ അടിസ്ഥാനങ്ങൾ. പിന്നെ മറ്റൊന്ന് പരിഷ്കാരത്തിന് തടസ്സമാണ്. അതായത് മാറ്റങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല, ജാതി വ്യവസ്ഥയിലുണ്ടാവില്ല. അപ്പോൾ അവിടെ പരിഷ്കാരങ്ങളുണ്ടാകും. ഇനിയൊന്ന് തൊഴിൽ വിഭജനത്തിൻ്റെ കർശനമായ തൊഴിൽ വിഭജനം ഉണ്ട് എന്നുള്ളത് കേട്ടോ. ഇത്രയാണ് ജാതിയുടെ തകരാറുകളായിട്ട് വരുന്നത്. ഇനി ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ താഴ്ന്ന ജാതിക്കാരുടെ സാമൂഹ്യക്ഷേമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് നമ്മളോട് ചോദിക്കും കേരളത്തിലെ ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അതിൻ്റെ നേതാക്കന്മാരെക്കുറിച്ചും കൂടി എസ്സേ ആയിട്ട് ചോദിച്ചു കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ താഴ്ന്ന ജാതിക്കാരുടെ സാമൂഹിക ഉന്നമനത്തിനും ക്ഷേമത്തിനും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലേ. മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വിദ്യാഭ്യാസ അവകാശം, ക്ഷേമനീതികൾ, ക്ഷേത്രപ്രവേശനം, പൊതുസ്ഥലങ്ങളിൽ പ്രവേശനം, മാനവഹിതം, തുല്യതയുടെ പ്രസക്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അതിൽ ചിലതൊക്കെ വിജയിക്കുകയും ചിലതിനൊക്കെ ചില ഉന്നയിച്ച ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ജാതി വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ ഈ ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മളോട് പറഞ്ഞല്ലോ കേരളത്തിലെ പ്രധാന ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്ന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗ. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിലുള്ള ജാതിയില്ലാ സമുദായം എന്ന ആശയത്തെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം. വിദ്യാഭ്യാസം, ക്ഷേത്ര നിർമ്മാണം, സാമൂഹിക നവോത്ഥാന പ്രഭാഷണങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇത് SNDP എന്ന് പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള സന്ദേശം നൽകിയത് ഗുരുവാണ്. പിന്നെ മറ്റൊന്ന് ഈഴവ പ്രസ്ഥാനമാണ്. ശ്രീനാരായണ ഗുരു, ഡോക്ടർ പത്മനാഭൻ, C വിഘ്നേശ്വർ എന്നിവരുടെ നേതൃത്വത്തിൽ ഈഴവ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം, ഈഴവ പ്രസ്ഥാനം. പിന്നെ പുലയ സമുദായ പ്രസ്ഥാനങ്ങൾ, MC രാജൻ, മാധവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസം, ഭൂപരമായ പരിഷ്കാരങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, ആദിവാസി അവകാശങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രസ്ഥാനം, പുലയ സമുദായ പ്രസ്ഥാനം. പിന്നെ ദളിത് പ്രസ്ഥാനം. ദളിത് പ്രസ്ഥാനം M അയ്യങ്കാളി, PK ചാത്തുപ്പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം, അതുപോലെ തൊഴിലവകാശങ്ങൾ, ക്ഷേത്ര പ്രവേശന അവകാശങ്ങളൊക്കെ അംഗീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതിൽ വലിയ മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് വില്ലുവണ്ടി പ്രസ്ഥാനം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1983 തിരുവിതാംകൂറിൽ നടന്നൊരു പ്രക്ഷോഭമാണ് വില്ലുവണ്ടി. പുലയർ എന്ന് പറയുന്ന താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി പൊതു റോഡുകൾ തുറന്നു കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. അപ്പോൾ നേതാക്കളുമായി പ്രസ്ഥാനങ്ങളുമായി കേട്ടോ. ഇനി വർഗം നിർവചിക്കണം. ഇന്ത്യയിലെ സാമൂഹിക വർഗങ്ങളിലെ മാറ്റങ്ങൾക്ക് കാരണമായ ഘടകങ്ങളും കണ്ടെത്തണം. അപ്പോൾ വർഗം എന്ന് പറയുന്നത് എന്താണ്? ജാതിയിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ? വർഗം എന്നത് ആധുനിക സാമൂഹിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആശയമാണ്. ഇത് വ്യക്തികളുടെ സമ്പത്ത്, വിദ്യാഭ്യാസം, തൊഴിൽ, ആസ്തി, അതുപോലെ സാമൂഹിക പ്രതിഷ്ഠ തുടങ്ങിയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി സമൂഹത്തെ ഭിന്ന വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നതിനെയാണ് എന്ത് പറയുക? വർഗം എന്ന് പറയുക. വർഗം സമാനമായ സാമ്പത്തിക, വിദ്യാഭ്യാസ, തൊഴിൽ സ്ഥിതികളുള്ള വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു സാമൂഹിക വിഭാഗമാണ്. ഇനി ഇന്ത്യയിലെ സാമൂഹിക വർഗങ്ങളുടെ മാറ്റങ്ങൾക്ക് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയോ? ഒന്ന് വിദ്യാഭ്യാസം തന്നെ, രണ്ടാമത്തത് നഗരവൽക്കരണം, മൂന്നാമത്തത് തൊഴിൽപരമായ ചലനാത്മകത എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ളൊരു അവകാശം കിട്ടിയത്. പിന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും, ഇനി ആത്മീയതയുടെയും മതവിപ്ലവങ്ങളുടെയും സ്വാധീനം, നിയമനിർമ്മാണം, ഭരണഘടന, സാങ്കേതിക പുരോഗതി, പിന്നെ സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ, ഇതൊക്കെയാണ് വർഗവ്യവസ്ഥയിൽ മാറ്റം വരുത്തിയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ. ഇനി ഗ്രാമീണ ക്ലാസ് ഘടന വിശദീകരിക്കാനുണ്ടാവും നമുക്ക്. അപ്പോൾ എന്താണ് ഗ്രാമീണ ക്ലാസ് ഘടന എന്ന് പറഞ്ഞാൽ? ഗ്രാമീണ മേഖലകളിൽ വ്യക്തികളുടെ ആസ്തി, ഭൂമിയിലെ ഉടമസ്ഥാവകാശം, തൊഴിൽ രീതി, അതുപോലെ ഉൽപ്പാദനത്തിലുള്ള പങ്കാളിത്തം തുടങ്ങിയ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനമാണ് ഗ്രാമീണ ക്ലാസ് വിഭജനം എന്ന് പറയും. ജാതിയേക്കാൾ കൂടുതൽ സമ്പദ് വ്യവസ്ഥയെയും ഉൽപ്പാദനത്തിലെയും പങ്കാളിത്തത്തെ ആധാരമാക്കിയുള്ളൊരു വിഭജനമാണ് ഗ്രാമീണ ക്ലാസ് വ്യവസ്ഥ. ഗ്രാമീണ വർഗ ഘടനയുടെ പ്രധാന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഭൂടമ്മ വിഭാഗം, മറ്റൊന്ന് കർഷകരാണ്, ഇനിയൊന്ന് ആരാണ്? സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്, പിന്നെ മറ്റുള്ളവരുടെ ഭൂമിയിൽ വാടകയ്ക്ക് എടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന കർഷകരും അതിൽ വരുന്ന കർഷകർ എന്ന വിഭാഗത്തിൽ വരുന്നത്. ഇനിയൊന്ന് കർഷക തൊഴിലാളികളാണ്. അപ്പോൾ അതെന്തായിരിക്കും? അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല, ദിവസ വേതനത്തിനോ കൂലിക്കോ ഒക്കെ മറ്റുള്ളവരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ പാട്ടത്തിനെടുത്താലും അടുത്തത്രയും സമയം അവരുടേതുപോലെ അവർക്ക് പ്രവർത്തിക്കാം. അപ്പോൾ അതിലും പെടാത്ത വിഭാഗമാണ് കർഷക തൊഴിലാളികൾ. പിന്നെ മറ്റൊന്ന് ഗ്രാമത്തിലെ ഏറ്റവും താഴ്ന്ന വർഗം ആണ്. അതാരാണ്? പലപ്പോഴും ജാതി വിവേചനത്തിൻ്റെ ഇരകളായിട്ടുള്ള ആളുകൾ, അനുബന്ധ തൊഴിലാളികൾ എന്ന് പറയും. കൃഷിയോടൊപ്പം മത്സ്യബന്ധനം, പിന്നെ അതുപോലെ തന്നെ മറ്റ് കയറുൽപ്പാദനം തുടങ്ങിയ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ കേട്ടോ. പിന്നെ ഗ്രാമീണ ക്ലാസ് ഘടനയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് സാമ്പത്തിക അധീനതയുടെ അടിസ്ഥാനത്തിലുള്ള പരമ്പരാഗത ശൃംഖല, പിന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം, പിന്നെ സാമ്പത്തിക അനീതിയും ദുരിതങ്ങളും ഒക്കെയാണ് അതിലനുഭവിക്കുന്ന പ്രയാസം. പിന്നെ സാമൂഹിക വിഭജനം വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇതിലുണ്ടായിട്ടുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമീണ വികസന പദ്ധതി, സ്വയം സഹായ സംഘങ്ങൾ പോലെയുള്ള പദ്ധതികളൊക്കെ ഗ്രാമീണ തൊഴിലാളികൾക്ക് ഉപജീവന മാർഗ്ഗങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ശാക്തീകരണം, ബാങ്ക് സേവനങ്ങളൊക്കെ ചില ഉന്നമനങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇനി നമ്മളോട് എന്താണ് സംസ്കൃതവൽക്കരണം എന്ന് ചോദിച്ചു കേട്ടോ. സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിലെ താഴ്ന്ന ജാതികളോ ആദിവാസികളോ ഉയർന്ന ജാതികളുടെ പ്രവർത്തനങ്ങൾ, ആചാരങ്ങൾ, ശീലങ്ങൾ, വിശ്വാസങ്ങൾ, അവരുടെ ഭക്ഷണ രീതികൾ, ധാർമ്മികതകളൊക്കെ എന്ത് ചെയ്യുന്നതാണ്? അത് സ്വീകരിച്ച് അത് അനുകരിക്കാനുള്ള ശ്രമം നടത്തുന്നതിനാണ് എന്ത് പറയുക? സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. സോഷ്യോളജിസ്റ്റായ MN ശ്രീനിവാസാണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഉയർന്ന ജാതികളുടെ ആചാരങ്ങൾ അനുകരിക്കുക, ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക, പൂജാരി ചിന്തയും വേദപരമായ രീതികൾ സ്വീകരിക്കുക, പുതിയ പേരുകളും തിരിച്ചറിയലുകളും ഒക്കെ ഉപയോഗിക്കുക, വിദ്യാഭ്യാസ വസ്ത്രധാരണ ശൈലിയിൽ മാറ്റം വരുത്തുക, ഇതൊക്കെയാണ് ഇതിലൂടെ സംഭവിക്കുക? സംസ്കൃതവൽക്കരണത്തിലൂടെ സംഭവിക്കുക. ഇനി ഇതിൽ വരുന്ന മറ്റൊന്നാണ് എന്താണ്? ആധുനികവൽക്കരണം എന്നുള്ളത്.
ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ പരമ്പരാഗതമായ ആശയങ്ങൾ നിലപാടുകൾ ഉപേക്ഷിച്ച് ശാസ്ത്രം, ടെക്നോളജി, ജനാധിപത്യ വ്യവസ്ഥ, ബുദ്ധി ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചുകൊണ്ട് പുതിയ അല്ലെങ്കിൽ ആധുനിക മൂല്യങ്ങളിലേക്കോ സംവിധാനങ്ങളിലേക്കോ മാറുന്നതിനാണ് എന്താ പറയുക ആധുനികവൽക്കരണം. അതും ആ ഒരു പദവും ആശയവും കൊണ്ടുവന്നത് ആരെന്നെയാണ്? എം.എൻ. ശ്രീനിവാസൻ കേട്ടോ. ഇനി ആധുനികവൽക്കരണത്തിൻ്റെ പ്രധാന മാനങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കുക. പ്രധാന മാനങ്ങൾ അപ്പോൾ ഒന്ന് സാമ്പത്തിക മാനങ്ങൾ, മറ്റൊന്ന് കൃഷി നിർഭരതയിൽ നിന്ന് വ്യവസായ മേഖലയിലേക്കുള്ള മാറ്റം, അത് സാമ്പത്തിക മേഖലയിൽ വരുന്ന ഒന്നാണ്. പിന്നെ നിർമ്മിതികൾ, വ്യാവസായിക വികസനം, തൊഴിൽ വൈദഗ്ധ്യം. പിന്നെ നഗരവൽക്കരണത്തിനും വിപണി വ്യാപനത്തിനുമുള്ള പങ്കാളിത്തം, അതത്രയും ഇതിൽ വരും? സാമ്പത്തിക മാറ്റത്തിൽ വരും. ഇനി സാമൂഹിക മാനമാണെങ്കിലോ അതിൽ ജാതി അടിസ്ഥാനത്തിലുള്ള പദവി വ്യവസ്ഥയിൽ നിന്ന് സമത്വത്തിലേക്കുള്ള മാറ്റം, പിന്നെ വിദ്യാഭ്യാസം, നഗരവാസം, സമകാലീന ജീവിതശൈലി സ്വീകരിക്കുക തുടങ്ങിയ മാറ്റങ്ങൾ. പിന്നെ കുടുംബഘടനയിൽ മാറ്റം വരുത്തും. കുടുംബത്തിൽ നിന്ന് ന്യൂക്ലിയർ കുടുംബത്തിലേക്ക് മാറാൻ പറയുമ്പോൾ ആദ്യം കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്, അതിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറും. ഇതാണ്. ഇനി സാംസ്കാരിക രംഗത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സാംസ്കാരിക മാനം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസങ്ങളിൽ നിന്നും ശാസ്ത്രീയതയിലേക്കുള്ള മാറ്റം, വ്യക്തിഗത സ്വാതന്ത്ര്യം, പ്രഗത്ഭത, അതുപോലെ നവചിന്തനം തുടങ്ങിയവയുടെ വളർച്ച, മതം, ആചാരങ്ങൾ എന്നിവയെ വിമർശനാത്മകമായിട്ട് സമീപിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇതൊക്കെ കേട്ടോ. ഇനി സാങ്കേതിക മാനം ചോദിച്ചാൽ കൃഷിയിൽ സാങ്കേതിക വിദ്യ സ്വീകരിച്ചു, ഓട്ടോമേഷൻ, IT, ഇൻ്റർനെറ്റ്, കൃത്രിമ ബുദ്ധി തുടങ്ങിയ സാങ്കേതിക പുരോഗതികൾ സ്വീകരിച്ചു, സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുള്ള വ്യവസ്ഥകൾക്ക് രൂപം കൊടുത്തു. ഇതാണ് അതിൽ വരുന്നത് കേട്ടോ. ഇനി മേധാവിത്വ ജാതിയെക്കുറിച്ചാണ്. അതും മേധാവിത്വ ജാതി എന്ന സങ്കല്പവും ആര് തന്നെയാണ് കൊണ്ടുവന്നത്? എം.എൻ. ശ്രീനിവാസൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. മേധാവിത്വ ജാതി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അംബേദ്കർ. മേധാവിത്വ ജാതി എന്നതൊരു പ്രദേശത്തെ ഗ്രാമത്തിലോ ഉള്ള പൗരത്വം, അധികാരവും സ്വാധീനവും കൈവശം വെച്ചിരിക്കുന്ന ജാതികൾ. അതായത് ഒരു പ്രദേശത്ത് ഏറ്റവും മേധാവികളായിട്ട് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള ജാതികളെയാണ് മേധാവിത്വ ജാതി എന്ന് വിളിക്കുക. ഈ മേധാവിത്വ ജാതികളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അവർ ആ പ്രദേശത്ത് ഗണ്യമായ ഭൂരിപക്ഷം ഉണ്ടാവും. മറ്റൊന്ന്, കൃഷിയുടെയും ഭൂസമ്പത്തിൻ്റെയും ഒക്കെ മേൽനോട്ടം ആർക്കായിരിക്കും? അധികാരമൊക്കെ ഈ പ്രത്യേക ജാതിക്കായിരിക്കും. പിന്നെ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ എന്നിവയിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ പഞ്ചായത്ത്, നിയമസഭ, പാർലമെൻറ്റ് തുടങ്ങിയ രാഷ്ട്രീയ പ്രാതിനിധ്യമൊക്കെ അവർക്ക് കൂടുതലായിരിക്കും. പിന്നെ ഒരുക്കുന്നവരും മറ്റു ജാതിക്കാർക്ക് വരുമാന ആവശ്യങ്ങൾ നൽകുന്നവരും ഈ ഉയർന്ന ജാതിക്കാരായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് അവരുടെ പ്രത്യേകതകളായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഒരു യൂണിറ്റ് കൂടിയുണ്ട് അടുത്ത ക്ലാസ്സിൽ, അത് നോക്കാം. ഓക്കെ, താങ്ക്സ്.